ജൂലൈ 5 മലയാളത്തിൻ്റെ വിശ്വസാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മദിനം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള എത്തിനോട്ടവുമായി 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് പാത്തുമ്മയുടെ ആട്. അതിൻ്റെ ഒരു ചിത്രാവിഷ്കാരമായി എത്തിയിരിക്കുകയാണ് കുട്ടികൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവൽസ്, ചെറുകഥകൾ, കൃതികൾ, അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ബയോഗ്രഫിയും അദ്ദേഹത്തിൻ്റെ കൃതികളുമായി 9th സ്റ്റാൻഡേർഡിലെ ആദ്രീന. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മലയാള സാഹിത്യത്തെ യിലേക്ക് ഉയർത്തിയ അക്ഷരങ്ങളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചാണ്. ഭൂലോകത്തിന്റെ ഇച്ചിരി പിടിയോളം വരുന്ന മലയാളക്കരയിൽ ജനിച്ച് ജീവിച്ച് മലയാളത്തെ വിശ്വത്തോളം ഉയർത്തിയ അതുല്യ പ്രതിഭ. മലയാളവും മലയാളിയും ഉള്ള കാലത്തോളം വിസ്മരിക്കപ്പെടാത്ത ഒരു നാമം ബേപ്പൂർ സുൽത്താൻ. ജീവിതാനുഭവ മേഖലയിൽ നിന്ന് കഥയുടെ തെളിനീരുറങ്ങൾ കണ്ടെടുത്ത വൈക്കം മുഹമ്മദ് ബഷീർ ഓർമ്മയായിട്ട് 31 വർഷം. മലയാള സാഹിത്യത്തിന് അപരിചിതമായിരുന്ന ശൈലിയും ഭാഷാപ്രയോഗവും കൊണ്ട് മലയാള മനസ്സുകളിലേക്ക് കുടിയേറിയ ആ മഹാപ്രതിഭയ്ക്ക് അക്ഷരങ്ങളുടെ സുൽത്താൻ എന്നല്ലാതെ മറ്റെന്ത് വിശേഷണമാണ് ഉചിതമാവുക? പ്രാമാണിക വ്യാകരണങ്ങളുടെ ചട്ടക്കൂടുകൾ തകർത്തെറിഞ്ഞ് ആഖ്യയും ആഖ്യാതവും അറിയാതെ തന്നെ അക്ഷരങ്ങളെ കൊണ്ട് വിസ്മയം തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാധാരണക്കാരന്റെ ജീവിതത്തോട് തൊട്ടു നിൽക്കുന്ന കഥകൾ അവന് മനസ്സിലാവുന്ന അതിലളിതമായ ഭാഷയിൽ പറയാൻ കഴിഞ്ഞു എന്നതാണ് ബഷീറിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. നീറുന്ന ജീവിതാനുഭവങ്ങളെ ഹാസ്യത്തിന്റെ മേമ്പൊടിയോടെ അനുവാചകന് മുന്നിൽ നിരത്തുമ്പോൾ അതവനെ ഒരേ സമയം ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നും ചേർന്നാൽ ഇമ്മണി വലിയ ഒന്നാവുന്ന മാന്ത്രികതയുടെ തത്വശാസ്ത്രം. വിസ്മയമായി വിടർന്ന മജീദിന്റെയും സുഹറയുടെയും അനശ്വര പ്രണയകഥ, ബാല്യകാല സഖി, ജീവിതത്തിന്റെ കാണാപ്പുറ കാഴ്ചകളുടെ യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാട്ടിയ ശബ്ദങ്ങൾ, സർവചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി എന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയ ഭൂമിയുടെ അവകാശികൾ, മാന്ത്രിക പൂച്ച, മറ്റുപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു തുടങ്ങി ഏത് കൃതിയെടുത്താലും തികഞ്ഞ ദാർശനികതയും സമൂഹ മനസാക്ഷിയുടെ കാപട്യത്തിനു നേരെയുള്ള നമുക്ക് കാണാൻ കഴിയുന്നത്. 1982 ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നൽകി. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ എന്നും വിശേഷിക്കപ്പെട്ടു. ആ ജനകീയനായ എഴുത്തുകാരൻ 1994 ജൂലൈ 5 സാഹിത്യ ലോകത്തോട് വിട പറഞ്ഞു. ആ പ്രതിഭയ്ക്ക് പ്രമാണം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Bashir was a kind and brave man who loved to write. He wrote about everyday people and their lives, making his stories relatable and fun to read. Bashir's stories often talked about friendship, kindness, and honesty. Bashir is famous because his stories are funny, thought-provoking, and easy to understand. We can learn many valuable lessons from Bashir's stories. Let's enjoy reading his books and let's try to be kind, honest, and good friends to others. Waikum Muhammad Bashir was a wonderful writer who inspired many people with his stories.